നമ്മുടെ സ്വസ്ഥത കവരുന്ന ചില ഗോലിയാത്തുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ അസ്വസ്ഥനാണോ? ആണെങ്കിൽ എന്താണ് കാരണം? അത് കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 7 ഗോലിയാത്തുകൾ, ഈ ഗോലിയാത്തുകളെ കൊന്നു കുഴിച്ചു മൂടിയാലാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വസ്ഥത കൈവരുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. സംഭവം ഞാൻ ഓർക്കുന്നു. ഒരുവൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, അവർക്ക് വേണ്ടി ജീവിച്ചു. ഇന്നിപ്പം അവരാരും എന്നെ മാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഞാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അദ്ദേഹം കൂടുതൽ സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതത്വം. അതായിരുന്നു ആ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒരു 7 ഗോലിയാത്തുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. 1 സാമുവേൽ 17 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും സംഭവം അവിടെ നമ്മൾ വായിക്കുക. ദാവീദ് അനായാസം ഗോലിയാത്തിനെ വധിച്ചു. ഗോലിയാത്ത് അജാനഭാവുമായിരുന്നു. പക്ഷേ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ്, അതുകൊണ്ട് അവൻ നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ വധിക്കും. അത് സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇസ്രായേൽക്കാർക്ക് സ്വസ്ഥതയും സമാധാനവും കൈവന്നത് എന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഇതുപോലത്തെ ചില ഗോലിയാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ടാകാം. അവയെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ ശരിക്കുള്ള സ്വസ്ഥത, സമാധാനം നമ്മൾ അനുഭവിച്ചെന്ന് വരില്ല. 1-ാമത്തെ ഗോലിയാത്താണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതത്വം. യെരമ്യായുടെ പുസ്തകം 17 അധ്യായം 5ഉം 7ഉം വചനങ്ങൾ എടുത്താൽ ശരിക്കും സുരക്ഷിതത്വം എവിടെയാണ്, അരക്ഷിതത്വം നൽകുന്നത് എന്താണ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ 5-ാമത്തെ വചനം പറയാണ്, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവര് അരക്ഷിതത്വം അനുഭവിക്കേണ്ടി വരും. വേണമെങ്കിൽ നമുക്ക് കെട്ടുറപ്പുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ സുരക്ഷിതരാകണമെന്നില്ല. സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം നമ്മുടെ വീടിന് വെച്ചാലും നമ്മൾ സുരക്ഷിതരാകണമെന്നില്ല. ഒരു മാസീവ് അറ്റാക്ക് വന്നാൽ അവിടെ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാണ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 1-ാമത്തെ വചനം എടുക്കുമ്പോൾ അബ്രാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, അബ്രാം, ഞാൻ നിനക്ക് കവചമായിരിക്കും. അബ്രാം കവചമായിട്ട് ദൈവത്തെ സ്വീകരിച്ചതുകൊണ്ട് അബ്രാം സുരക്ഷിതനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സക്കറിയായുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വചനം, സൈന്യബലത്താലോ കരബലത്താലോ അല്ല യുദ്ധം ജയിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവിനാലാണ്. സങ്കീർത്തനം 33 ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2-ാമത്തെ ഒരു ഗോലിയാത്താണ് മനുഷ്യപ്രീതി, ഹ്യൂമൻ ഫേവർ. ദൈവത്തിന്റെ സ്വീകാര്യതയേക്കാൾ മനുഷ്യപ്രീതി നോക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഗലാത്യർ 1:10 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തേടുന്നത് മനുഷ്യപ്രീതിയല്ല, ദൈവപ്രീതിയാണ്. മനുഷ്യപ്രീതി ആയിരുന്നെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യപ്രീതി നോക്കിപ്പോയ ചില വ്യക്തികളും അവരുടെ ദാരുണമായ അന്ത്യമൊക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. 1 സാമുവേൽ 13:8 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സാവൂൾ മനുഷ്യപ്രീതി നോക്കിപ്പോയി. അവന് സാവൂൾ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ കണ്ട് ജനം വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവൻ തന്നെ ബലിയർപ്പിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു രംഗം, അവൻ്റെ രാജത്വം അവന് നഷ്ടമാവുകയും ചെയ്തു. മർക്കോസ് 6:26 മുതൽ വായിക്കുമ്പോൾ ഹെറോദേസ് അവന് അതിഥികളെ മാനിച്ചുകൊണ്ട് സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിക്കാനുള്ള ഓർഡർ ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഹെറോദേസിന്റെ അന്ത്യം എത്ര പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ ഒരു ഗോലിയാത്തായിട്ട് നമ്മൾ കാണേണ്ടതാണ് പഴിചാരൽ, അതുപോലെ തന്നെ കുറ്റാരോപണം. രണ്ടും ഏതാണ്ട് ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി 3 അവിടെ നമ്മൾ കാണുന്നു, ആദം ഹവ്വായുടെ മേൽ പഴിചാരുന്നു, ഹവ്വ സർപ്പത്തിന്റെ മേൽ പഴിചാരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലൂക്കാ 18:9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പാപിയായ മനുഷ്യന്റെ മേൽ പഴിചാരുന്ന ഫരിസേയനെ അവിടെ കാണാൻ പറ്റും. സക്കറിയ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ജോഷുവയുടെ മേൽ കുറ്റമാരോപിക്കാൻ നിൽക്കുന്ന സാത്താനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 8 വായിക്കുമ്പോൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളുടെ മേൽ കല്ലെറിയാൻ കർത്താവ് അവകാശം കൊടുത്തത് പാപമില്ലാത്തവർക്കാണ്, വ്യഭിചാരം ചെയ്യാത്തവർക്കല്ല, പാപമില്ലാത്തവർക്ക്. അപ്പം അതുകൊണ്ട് പാപമില്ലാത്തവർക്ക്, കുറ്റമറ്റവർക്ക് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കാനുള്ള അവകാശമുള്ളൂ. 4-ാമത്തെ കാര്യമാണ് സ്വയം പഴിക്കൽ, സെൽഫ് പിറ്റിങ്. നമുക്ക് കാണാൻ സാധിക്കും ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റൊരു തരത്തിലുള്ള വിഗ്രഹാരാധന, സ്വയം പഴിക്കൽ. കാരണം സ്വയം പഴിക്കുമ്പോൾ അവിടെ നാം ഉയർത്തി നിർത്തുന്നത് അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്നത് നീയും നിന്റെ ആ ഒരു അവസ്ഥയുമാണ്, ദൈവമല്ല അവിടെ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെൽഫ് പിറ്റിങ് നല്ലതല്ല. അതിനു പകരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പൗലോസിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിലിപ്പിയർ 4-ാം അധ്യായം 13-ാമത്തെ വചനം, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. അതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഭൂഷണമാകുന്നത്. 5-ാമത്തെ കാര്യമാണ് അലസത. ശരിക്കും പറഞ്ഞാൽ ഈ അലസതയ്ക്ക് ഒരു നിർവചനമായിട്ട് കൊടുത്തിരിക്കുന്നത്
ഇനാക്ടിവിറ്റി ഇൻ ദ പ്രാക്ടീസ് ഓഫ് വെർച്യു. പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ നമ്മൾ നിരുന്മേഷരാകുന്നത് പോലും അലസതയായിട്ട് കാണണം. അലസത തിന്മകൾ വളർത്തും. അലസനെ ഭക്ഷിക്കാൻ അവകാശമില്ല. ഇതെല്ലാം ദൈവവചനത്തിൽ നാം പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 6ാമത്തെ കാര്യമാണ് പിറുപിറുപ്പ്, ആവലാതി. നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം, 12-ാം അധ്യായം, 16-ാമത്തെ അധ്യായം. ഇതെല്ലാം വായിക്കുമ്പോൾ ഈ പിറുപിറുപ്പ്, ആവലാതി, ഗ്രംബ്ലിംഗ് പീപ്പിൾ, ഇനി അതിനുള്ള ശിക്ഷയും വളരെ വലുതായിരുന്നു എന്നുള്ളത് ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് പിറുപിറുപ്പും ആവലാതി പറച്ചിലുമല്ല, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു മനോഭാവം, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അവസാനത്തെ 7ാമത്തെ ഗോലിയാത്താണ് ആകുലത എന്ന് പറയും, അല്ലെങ്കിൽ ആങ്സൈറ്റി ഓർ വറി. മത്തായി 6:25 മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവരാണ് ആകുലപ്പെടുന്നത്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ആകുലത ഉണ്ടാകില്ല എന്നുള്ളത് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകൻ 30:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആകുലത നമുക്ക് അകാല മരണം സമ്മാനിക്കും. സുഭാഷിതങ്ങൾ 12:25, ആകുലത നമ്മുടെ ഹൃദയത്തെ നിരുന്മേഷമാക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, 7 ഗോലിയാത്തുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് സ്വസ്ഥതയിൽ ജീവിക്കുവാൻ, ദൈവകൃപയിൽ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. അതിനായിട്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. അകാരണമായി ആകുലപ്പെടുന്നവരും അസ്വസ്ഥപ്പെടുന്നവരുമായ വ്യക്തികളുണ്ട്. അവർക്ക് ഒരു വിടുതലും സൗഖ്യം കിട്ടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.